ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓറഞ്ച് പിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തിംഫുവിലെ കുറച്ച് കാഴ്ചകൾ നമുക്കിന്ന് കാണാം. അതുകൂടാണ്ട് അവിടെ നമ്മൾ തിംഫുവിലെ കണ്ട് നമ്മൾ ഇന്ന് തന്നെ പറോയിലേക്കും കൂടെ പോകണം. പറോയിലേക്ക് ഏകദേശം ഒരു 1 ഹവർ ഓളം ജേർണി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് 1 ഹവർ ആണോ അതിൽ കൂടുതൽ വരുള്ളൂ എന്നാണേലും. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിപ്പോൾ തിംഫുവിലുള്ള ഒരു ഹിന്ദു ടെമ്പിളിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയി കാണാം കേട്ടോ. കമോൺ. Devi Panchayan Mandir, Kunsal for Drang Thimphu, a cherished gift to the people of Bhutan from our benevolent Dharma King Jigme Kesa Nakmayal Wanchuk. അതാണ് കാര്യം. റോയൽ കിങ് ഓഫ് ഭൂട്ടാൻ. അപ്പോൾ എവിടെ നോക്കിയാലും ഇവരുടെ ഫാമിലിയുടെ ഫോട്ടോ കാണാൻ പറ്റും കേട്ടോ. ഭൂട്ടാന്റെ തലസ്ഥാനമായ തിംഫുവിൽ ഒരു പ്രധാന ടെമ്പിളാണ് കേട്ടോ ഈ ദേവി പഞ്ചായൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഹിന്ദു ടെമ്പിൾ ആണ് കേട്ടോ. മറ്റേ നമ്മൾ കണ്ടൊക്കെ ഒരു ബുദ്ധിസ്റ്റ് സ്റ്റൈലാണ്. അപ്പോൾ ഇത് മാത്രമേ ഹിന്ദു വരുന്നത്. ഇവിടെ പ്രധാന ദേവിയായ ദുർഗയ്ക്ക് പുറമെ വേറെ 5 ഹിന്ദു ദേവതകൾ കൂടി ഉണ്ട് കേട്ടോ. അവരെയും കൂടി ഇവിടെ ആരാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഭൂട്ടാൻ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നിർമ്മിച്ച ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ 2019 തുറന്നു കൊടുക്കുന്നത് ആൾക്കാർക്കായിട്ട്, പബ്ലിക്കിന് വേണ്ടിയിട്ട്. അടുത്ത നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒരു ലിവിങ് മ്യൂസിയം ആണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ ഗവൺമെൻറ് ഓഫീസസ് ഒക്കെയാണ് ഉള്ളത്. ഈ നസോം പ്ലൽറി എന്ന് പറഞ്ഞ സംഭവം യൂത്ത് ഡെവലപ്മെൻറ്റ് സെൻറ്റർ മേ ബി അതാണ് തോന്നുന്നു, ഫണ്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. നമ്മൾ കയറാൻ പോകുന്ന ഈ സൈഡിലാണ് ലിവിങ് മ്യൂസിയം. ഇതൊരു പ്രൈവറ്റ് പാർട്ടിയുടെയാണ്. ഈ ഭൂട്ടാനിലെ പരമ്പരാഗതമായ മദ്യമായ ആര, ബട്ടർ ടീ, മധുരമുള്ള ചോറ് എന്നിവ കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെയുള്ള വിസിറ്റേഴ്സിനെ അവർ സ്വീകരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഇതിലെ സ്റ്റാഫൊക്കെ അവിടുത്തെ പഴയ ശരിക്കും പരമ്പരാഗത വസ്ത്രങ്ങളായിട്ടുള്ള കിര അതൊക്കെ ധരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ അവർ ആദ്യം തന്നെ നമുക്ക് തരുന്നത് ഈ അവിടുത്തെ പരമ്പരാഗത മദ്യമായ ആരാന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. അത് ശരിക്കും നമ്മുടെ ഗോവയിലൊക്കെ കിട്ടുന്ന ഒരു ഫെനിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഫെനി കുടിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ അവിടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന കുറേ മലയാളീസും ഉണ്ട്, ഇന്ത്യൻസും ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കേട്ടാണ് അപ്പോൾ ഫെനിയുടെ ടേസ്റ്റ് ആണെന്നൊക്കെ. ഇവരൊരു 10 പേരൊക്കെ 10-12 പേരൊക്കെ അങ്ങ് ഉള്ളിലോട്ട് കയറ്റും. എന്നിട്ട് ഇവിടെ ഇരുത്തും, വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട്. എന്നിട്ട് ഈ ടീമിനെ ഒരുമിച്ചാണ് അവർ ഉള്ളിലോട്ട് കയറ്റുന്നത്. അപ്പോൾ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. അപ്പോൾ അവർ നമുക്ക് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഓരോ ബാച്ച് ആയിട്ടാണ് അവർ ആൾക്കാരെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഫെനി കുടിച്ചോണ്ടിരിക്കുന്നു. ഫെനി ചാരായ അപ്പോൾ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇവരുടെ ഈ ഒരു ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ പണ്ടത്തെ കർഷകർ കളിച്ച ഡാൻസ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവരുടെ എക്സ്പ്ലനേഷൻ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം അതാണ് കേട്ടോ. അതൊക്കെ കണ്ട് നമ്മൾ ഉള്ളോട്ട് വന്നു കഴിയുമ്പോൾ ഇവർ കുറേ മാസ്കുകളൊക്കെ കാണിച്ചു തന്നു. ഇതൊക്കെ അവിടുത്തെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല പല ടൈപ്പ് ഓഫ് മാസ്ക് ആണെന്നാണ് പറഞ്ഞത്. ഇതിനെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഓരോന്നും. So it is believed that if you visit Seju, your sins will be washed away and you will receive blessings. So the big marks you see over here, this is Lord of Death. And you may know all the record of our deeds. And if you have more of good deeds, with the Lord of compassion over here, He'll take you to heaven. And if you have more of bad deeds, the Lord of physical strength over here, He'll take you to heaven. Greed, desire, ignorance, and jealousy. So if you're able to overcome all these things, you'll be able to open your third eye and reach enlightenment. And these are the 4 mythical animals: flying tiger, snow lion, Garuda, and the dragon. So Bhutan is believed to be protected by these 4 beings from 4 directions. And these are hand-woven bamboo baskets for carrying them. So if you like, you can click pictures here, then we'll go to the fertility garden. വെറൈറ്റി ആയിട്ടുള്ള ഒരു ദൈവമാണ് കേട്ടോ. ഈ ഭൂട്ടാനിലെ ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഫാരസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐശ്വര്യത്തിൻ്റെയും ഫെർട്ടിലിറ്റിയുടെയും അതുപോലെ ഈവിൽ അല്ലെങ്കിൽ സിൻസിനൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൈവമായിട്ടാണ് ഇവർ കരുതുന്നത്. അപ്പോൾ
ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ മിക്കവാറും ഫാമിലിയുടെ ഫ്രണ്ടിലൊക്കെ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇവർ ഇതിൻ്റെ ഒരു ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് തൂക്കിയിടും. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ളവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, എങ്ങനെ പിന്നെ ഐശ്വര്യ അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവും എന്നാണ് ഇവിടെ ഉള്ളവരെ വിശ്വസിക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേകതരം ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഇച്ചിരി ശരിക്കും ഉദ്ദേശിച്ച് ഫീൽ ചെയ്യും. പക്ഷേ ട്രഡീഷണൽ ആർഡർ ആണ് കേട്ടോ ഈ കാണുന്നത്. കുഴപ്പമില്ല, ഇത് ഇവിടുത്തെ ആചാരം ഇങ്ങനെയാണെന്നും പറഞ്ഞ് നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഒരു കോണിയായിരുന്നു പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോണി. പിന്നെ ഇവിടുത്തെ കുറേ പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല പല പഴയ സാധനങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തന്നു. ഈ ചെമ്പ് മോട്ട് പാത്രങ്ങളൊക്കെ ഏകദേശം അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പുള്ളിക്കാരുടെ തലയിൽ തൊപ്പിയാണ് കേട്ടോ. ഞാൻ കുറേ നേരം അതൊക്കെ തന്നെ നോക്കി തിന്നു, അത് വേറെ കാര്യം. So have you ever tasted butter tea before? No. So later at the restaurant they'll serve you the butter. നമ്മുടെ അവിടുത്തെ അടുക്കള തന്നെ പഴയ മോഡൽ അടുക്കള, ആ ഒരു സെറ്റിങ്സ് ഒക്കെ തന്നെയാണ് ഇവരുടെ. പിന്നെ എനിക്കിവിടെ ഏറ്റവും അതിശയം തോന്നിയ പറഞ്ഞ കാര്യമാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് കൈകളൊന്നുമില്ല, അപ്പോൾ കാലാണെങ്കിലും കുറച്ച് സ്വാധീനക്കുറവുണ്ട്. അപ്പോൾ പുള്ളി ആ കാലുകൊണ്ട് ഇരുന്ന് ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ ഇത് മുഴുവൻ. അപ്പോൾ ഇതെല്ലാം പുള്ളി അവിടെ കാലുകൊണ്ട് ചെയ്ത് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങാം. അപ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം പുള്ളി ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കൊത്തുപണികളും കാര്യങ്ങളും പിന്നെ പെയിൻറ്റിങ്, അതെല്ലാം പുള്ളി കാലുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്തൊരു കഴിവെന്ന് നോക്കിയല്ല. നമുക്ക് ഇവിടെ എത്തിയപ്പോൾ ഓരോ കോയിൻ തന്നു. കോയിൻ നമ്മൾ അതിലോട്ട് എറിഞ്ഞു. നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ആ കോയിൻ അതിലോട്ട് എറിയണം എന്നാ പറഞ്ഞു. അപ്പൊ ആ പാത്രത്തിൽ വീണ് നമ്മുടെ ആഗ്രഹം സഫലീകരിക്കും എന്ന് പറയുന്നു. ഇവിടെ പാത്രം എല്ലാം കൊണ്ടുവച്ചിട്ട് വെള്ളമൊക്കെ തരുന്നുണ്ട്. എന്തോ വലിയ ട്രഡീഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. എന്താ സംഭവം ഒന്നും ഒരു പിടിയില്ല. ഞങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞ കഥ അറിയാണ്ട് ആട്ടം കാണുന്ന പോലെ ഒരു അവസ്ഥയാണ്. അവർ നമുക്ക് കഴിക്കാനായിട്ട് ഇതുപോലെ മഞ്ഞ സാധനം എന്തോ നമുക്ക് കൊണ്ട് തന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ ഭൂട്ടാനീസ് പരമ്പരാഗത രീതിയിലുള്ള ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവർ 4 പേരും കൂടെ കളിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ആദ്യമൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ മേലനങ്ങാതെ കളിക്കുന്ന പോലെയൊക്കെ തോന്നിയെങ്കിലും പക്ഷെ അത് കണ്ടിരിക്കാൻ ഒരു രസമാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക ഈണത്തിൽ അവരുടെ കളിയൊക്കെ നോക്കി നല്ല രസമല്ലേ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഉപ്പിട്ട കഞ്ഞിവെള്ളമൊക്കെ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും നന്നായിട്ട് വിശന്നിരിക്കുന്നതുകൊണ്ട് ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടാകും. അടുത്ത നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ്റെ ദേശീയ മൃഗമായ ടാക്കിനെ സംരക്ഷിക്കാനായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു വന്യജീവി സങ്കേതം കാണാനാണ് കേട്ടോ. മോട്ടിത്താങ് ടാക്കിൻ പ്രിസർവ് ആണ് എന്നാണ് പറയുന്നത്. ആദ്യകാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ചെറിയ സൂ ആയിരുന്നു കേട്ടോ. പിന്നീട് മറ്റേ ആനിമൽസിനൊക്കെ ഇവിടെ സ്വതന്ത്രമായിട്ട് വിട്ടയച്ച് അവരെല്ലാം മറ്റേ ഫോറസ്റ്റിലോട്ട് പോകാൻ സമ്മതിക്കാതിരുന്ന തുടർന്ന് ഇത് പിന്നീട് ഒരു സംരക്ഷണ കേന്ദ്രമായിട്ട് മാറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ടാക്കിൻ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നറിയാമോ? ഒരു ഡിവൈഡ് മാഡ്മാൻ പറഞ്ഞിട്ടൊരു ലാമ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പശുവിൻ്റെ ഒരു ആടിൻ്റെയും കൂടെ അസ്ഥിക്കൂടങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയതെന്നാണ്. ഈ ടാക്കിൻ എന്ന് പറഞ്ഞ മൃഗത്തെ സൃഷ്ടിച്ചു എന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം.
ഇനിയിപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. കണ്ടോ പോവാം. അത്യാവശ്യം നല്ലൊരു മഴയുണ്ട് കേട്ടോ. അത് പിള്ളേർ കുടയുണ്ട്. ഒരു കുടയിൽ രണ്ടുപേരും കൂടെ നടക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ സ്വെറ്റർ എടുത്താലേ കൂടി ഇട്ടിട്ട് ഇങ്ങനെ നടപ്പുണ്ടേ. പണ്ടത്തെ ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൂപ്പ കുൻറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഭൂട്ടാനിലെ ജനങ്ങൾ ഒരു പ്രഭാഷണത്തിനിടെ അവരുടെ മുന്നിൽ വെച്ചൊരു അത്ഭുതം കാണിക്കാൻ അഭ്യർത്ഥിച്ചു. അപ്പോൾ ഉച്ചഭക്ഷണത്തിന് ഒരു പശുവിനെയും ഒരു മുഴുവൻ ആടിനെയും പോറ്റിയാൽ വിശുദ്ധർ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, വിളമ്പി കഴിഞ്ഞ 2 മൃഗങ്ങളെയും ഭക്ഷണം അദ്ദേഹം വിഴുങ്ങുകയും എല്ലുകൾ അവിടെ ബാക്കി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ തുടർന്ന് അദ്ദേഹം ആ ആടിൻ്റെ തല പുറത്തെടുത്തിട്ട് പശുവിൻ്റെ അസ്ഥികൂടത്തിൽ ഉറപ്പിക്കുകയും എന്നിട്ട് എന്തൊക്കെയോ ഇതൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേനുമാണ് ഈ ഒരു ആടിൻ്റെ തലയും പശുവിൻ്റെ ശരീരമുള്ളൊരു മൃഗമായിട്ടുള്ള ഈ ടാക്കിൻ ഉണ്ടായെന്നാണ് ഇവിടെയുള്ള ഒരു ഐതിഹ്യം. അപ്പോൾ അന്ന് മുതൽ ഈ ഭൂട്ടാനിലെ ഒരു സാധാരണ കാഴ്ചയായി ഈ ആനിമൽ മാറി കേട്ടോ. അപ്പോൾ ഉയർന്ന മതപരമായ അർത്ഥമുള്ള ഒരു മാന്ത്രിക സൃഷ്ടി കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഇത് നാഷണൽ ആനിമൽ ഓഫ് ഭൂട്ടാൻ ആയി മാറി കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ പലയിടത്തും അനങ്ങാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിമയാണെന്നേ തോന്നുന്നുള്ളൂ. കാരണം ഒരു ഇത് നിൽക്കുന്നുണ്ടോ, നമുക്ക് ശരിക്കും പറഞ്ഞൊരു സ്റ്റാച്ചു എന്തോ സാധനം ഉണ്ടാക്കി കൊണ്ട് വെച്ചെന്നേ തോന്നത്തുള്ളൂ. ആൺകുട്ടിയൊക്കെ മഴ നനഞ്ഞ ഒരുമാതിരി പ്രത്യേക മൈൻഡിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ല രസമാണ്, നല്ലൊരു ക്ലൈമറ്റാണ്. മൊത്തത്തിൽ നല്ല ക്ലൈമറ്റാണ്, നല്ല പച്ചപ്പുണ്ട്, ചെറിയ നൂൽമഴയൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയൊരു തണുപ്പും എന്തൊക്കെയോ ഒരു പ്രത്യേകത, നല്ലൊരു വൈബാട്ടോ ശരിക്കും പറഞ്ഞാൽ. ദേ നിൽക്കുന്നു, യാക്കാൻ തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെയൊക്കെ നടന്ന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ മോളിൽ കൂടെ ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയിൽ കൂടെ നടക്കുന്നത്. ആനിമൽസൊക്കെ നമ്മുടെ താഴെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഫുള്ളിങ്ങനെ കമ്പി കൊണ്ട് ഇങ്ങനെ ഒരു വേ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നടന്ന് നമുക്കിങ്ങനെ ബേർഡ്സും ആനിമൽസിനെ കാണാം. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും ഇങ്ങനെ ഉള്ളിൽ കുറച്ച് ഭാഗം ആനിമൽസ് നമ്മൾ പുറത്തുവിടും, അങ്ങനെയൊക്കെയല്ലേ. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് ചിലയിടത്ത് കൂടെ നടക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കെട്ടി വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ കൂടെ നമുക്കിങ്ങനെ കയറി നടക്കാം. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു തിംഫു സിറ്റിയുടെ വ്യൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വണ്ടി സാൻജിഗോ എന്ന് പറഞ്ഞ വാലി പോയിന്റ് കേട്ടോ. ഇവിടെ കുറേ ഫ്ലാഗ്സ് ഒക്കെ തൂക്കിയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ ഫ്ലാഗ്സിലൊക്കെ ഓരോ മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വിൻഡ് അടിക്കുന്ന സമയത്ത്, കാറ്റടിക്കുന്ന സമയത്ത് ഇതിലുള്ള മന്ത്രങ്ങളൊക്കെ കാറ്റിക്കൂടെ പറന്ന് ഇവർക്ക് അത് പറഞ്ഞ പോലെ സൗഭാഗ്യം കൊണ്ടുതരുന്നതാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. അതാണ് ഈ ഫ്ലാഗ്സ് ഒക്കെ ഇവിടെ തൂക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഈ ഏരിയ ആണ് കേട്ടോ, ക്ലോക്ക് ടവർ ഏരിയ. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നതാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് ഹോട്ടൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കോ ഡ്രൈവർ. ഇതപ്പോൾ ഞങ്ങൾ പോകാനുള്ള ഒരു ഹോട്ടലിലേക്കുള്ളൊരു വഴിയാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ചൈനീസ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് തേഞ്ഞോട്ടിരിക്കുന്ന അനീഷേട്ടാനെ കാണിച്ചു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ വാഞ്ചു എന്ന് പറഞ്ഞ ഈ റിവറിൻ്റെ സൈഡിലെ വണ്ടി നിർത്തിയിട്ടോ. അപ്പോൾ നമുക്കിവിടെ പിന്നെ കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ട് നിർത്തി. വെള്ളത്തിലാണ് നല്ല തണുപ്പാട്ടോ. പക്ഷേ ഈ പിള്ളേർക്ക് തണുപ്പൊന്നും ബാധിക്കുന്നില്ലെന്ന് തോന്നുന്നു. അവർ വെള്ളത്തിലിറങ്ങി കുറേ കളിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി. അടുത്ത് നമ്മൾ ഇനി പോകുന്ന പറവലിക്കാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവാണ്. പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ആ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ കാഴ്ചകളാണ്. നല്ല വീടുകളൊക്കെ ആണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും എല്ലാം ഇവിടുത്തെ ഒരു തനതായ ഭൂട്ടാനീസ് സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം പറവ് സിറ്റിയുടെ ഉള്ളിലോട്ട് എത്തി. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ സിറ്റിയിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ അടുത്തടുത്ത ആൾക്കാരൊക്കെ താമസിക്കുന്നത്. ബാക്കി സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ വിട്ടുവിട്ടായിരിക്കും വീടുകളൊക്കെ ഉള്ളത്. പിന്നെ കുറേ കൃഷിഭൂമിയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പറവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ.
ഇവിടുത്തെ ആൾക്കാർക്ക് പിന്നെ ഈ പരമ്പരാഗതമായ ഡ്രസ്സിന് അവർക്കൊരു മടിയില്ലെന്ന് തോന്നുന്നു. കാരണം ഇവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാരും ആ ഒരു ഡ്രസ്സ് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഗൈഡ് ആണെങ്കിൽ എനിക്കൊരു അതിശയം തോന്നി കേട്ടോ. പുള്ളി നമ്മുടെ ഇന്ത്യയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് പുള്ളിയുടെ ഡ്രസ്സ് ഊരി വയ്ക്കുക, എന്നിട്ട് ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് അപ്പുറത്തോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലോട്ട് കിടക്കുമ്പോൾ വീണ്ടും പുള്ളി ഈ ഭൂട്ടാനിലോട്ട് വന്നപ്പോൾ വീണ്ടും പുള്ളി അവരുടെ ഭൂട്ടാനീസ് ഡ്രസ്സ് തന്നെ വീണ്ടും എടുത്തിട്ടു. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്നതെന്ന് തോന്നുന്നു. അതുപോലെ പിന്നെ സോക്സ് ഇട്ടിട്ട് ഷൂസ് ഇട്ടിട്ടാണ് ഇവർ ആണുങ്ങൾ നടക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞില്ല കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു ടൗൺ പോലെയാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സിനും ഈ പറഞ്ഞ പോലെ കുറേ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ എല്ലാ ബിൽഡിങ്സിലും ഉണ്ട്. പിന്നെ കുറച്ച് പെയിൻറ്റിങ്സ്, അതൊക്കെ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സ് ഏതൊരു ബിൽഡിങ് നോക്കിയാലും കാണാം. സിമ്പിളായിട്ടുള്ള ഒരു ബിൽഡിങ്ങും ഇല്ല, എല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. പുതിയതായിട്ട് പണിയുന്ന ബിൽഡിങ്സ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്യുന്ന നല്ല ഭംഗിയാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. താമസിക്കാൻ പോകുന്ന റൂംസ് ഇത് എവിടെയാണ് കേട്ടോ. ആനന്ദ റിസോർട്ട്. നല്ലൊരു ആംബിയൻസ്. ഇന്നും നാളെയും നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ശരിക്കും ഇതൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് എനിക്ക് അറിയുള്ളൂ. ഇത് ഹോട്ടൽ റൂമാണ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്ക് പോയി നോക്കാം. സ്ഥലം ഇതാണ്. ഹോട്ടലിലെ മനോഹരമായ കാഴ്ചകളാട്ടോ ഇത്. നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ. ഇവിടെ നിൽക്കുന്ന പൂക്കളാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും പ്ലാസ്റ്റിക് പൂക്കളാണ്, പക്ഷേ പ്ലാസ്റ്റിക് ഒന്നും അല്ല, നല്ല ഒറിജിനൽ ഫ്ലവേഴ്സ് അതുണ്ടല്ലോ. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ ഇത്രയും പൂവൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. നല്ല ഭംഗിയാണ്. Oh my God, here is wire one side. അതെ. ആ റൂമിലെത്തിയവരും പിള്ളേർക്ക് ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ ഇത് ഇവിടെ നിന്ന് ജനൽ തുറന്നിട്ടാൽ കാണാവുന്ന കാഴ്ചകളാണിത്. നല്ല ബേബി ഹിമാലയാസ് ഒക്കെ ഇവിടെ കാണാം. നല്ല രസമാണ്. പിന്നെ തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പ്. ഒരു 7 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇവിടെ തണുപ്പ് വരുന്നത്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന റൂമിലെത്തി. ശരിക്കും ഇപ്പൊ ഇതാണ് ആനന്ദ റിസോർട്ട്. ശരിക്കും നമ്മൾ ഈ റൂമിലെത്തിയപ്പം എന്താ ഇതിനകത്ത് AC ഒന്നുമില്ല, ഫാനും കാറ്റും മാത്രമേ. നല്ല തണുപ്പുണ്ട്. പിന്നെ ഇതാണ് ഒരു മൗണ്ടൻ. കണ്ടില്ലേ, മൗണ്ടൻ പോലെ ഉണ്ട്. കണ്ടില്ലേ, സത്യം പറയുന്നതിൻ്റെ താഴോട്ട് നോക്കി ഭയങ്കര വീഴം പോകുന്ന പോലെ ഉണ്ടാവും. പിന്നെ ഇവിടെ കണ്ടില്ലേ, ആ മലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ആണല്ലേ, ഈ 2 ഡോസും ഉണ്ട്, ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു ബെഡും കൂടെ കിട്ടി. ഒരു നോർമൽ ബെഡ്, ആ വൈറ്റ് ബെഡ്. പിന്നെ ഈ ബെഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 2 ബെഡും കിട്ടി.
അപ്പോൾ ഇനി പെറുവിലെ ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.